കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക സ്ത്രീകളിലും ഏർലി പ്രഗ്നൻസിയിൽ തന്നെ, അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗും അതുപോലെ തന്നെ സ്പോമും തമ്മിൽ ജോയിൻ ആയിട്ടുള്ള ആ ഒരു എംബ്രിയോ നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിനകത്ത് അറ്റാച്ച് ആകുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു എംബ്രിയോ പിന്നീട് അങ്ങോട്ടുള്ള വളർച്ച അതിന് വേണമെങ്കിൽ ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ടുള്ള രീതിക്ക് ഇൻക്രീസ് ആകണം. ബ്ലഡ് സർക്കുലേഷനിലൂടെ കുഞ്ഞിനെത്തുന്ന ന്യൂട്രിയൻസും അതുപോലെ ഓക്സിജനും മൂലമാണ് കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആ ഒരു 9 മാസവും കൃത്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് കൃത്യമായിട്ടുണ്ടാകണമെങ്കിൽ ആ ഒരു ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് തന്നെ ഇൻക്രീസ് ആകേണ്ടതും അത്യാവശ്യമാണ്. ഇവിടെ നമ്മുടെ ആ എംബ്രിയോ ഒന്ന് നറിഷ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഏർലി പ്രഗ്നൻസിയിൽ തന്നെ, അതായത് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലക്ഷണം റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒട്ടുമിക്ക സ്ത്രീകളിലും ഉണ്ടാകുന്ന അവർ ചുമ്മാ ഒന്ന് നെഗ്ലക്റ്റ് ചെയ്ത് വിടുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വയറിനൊന്ന് തുടിപ്പ് അനുഭവപ്പെടുന്നതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഹാർട്ട് ഒന്ന് മിടിക്കില്ലേ? ഹാർട്ട് മിടിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒന്ന് ടെൻഷൻ ആകുമ്പോൾ ഹാർട്ട് ഇങ്ങനെ ഇടിക്കുമ്പോൾ നമുക്ക് ടക്ക് 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 എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് കിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തും ഒരു ബീറ്റ് നമുക്ക് കിട്ടും. ആ ഹാർട്ടിലുണ്ടാകുന്ന ബീറ്റ് പോലെ തന്നെ ഒരു വയറിലുണ്ടാകുന്ന ബീറ്റും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ വയറിൽ ബീറ്റിംഗ് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എംബ്രിയോയെ ഒന്ന് ഹെൽത്തി ആയിട്ട് വെക്കണമെങ്കിലും എംബ്രിയോയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിലും നമ്മുടെ യൂട്രസിൻ്റെ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം നോർമലി ഉണ്ടായതിനേക്കാളും കൂടുതൽ ഇരട്ടിയായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകേണ്ടത് അത്യാവശ്യം. ഈ ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ആയിട്ട് വരുന്നത് നമ്മുടെ യൂട്രസിലോട്ടാണ്. ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോനെ നറിഷ് ചെയ്യണമെങ്കിൽ അതിലോട്ടുള്ള രക്തയോട്ടവും അതിലോട്ടുള്ള എല്ലാ ന്യൂട്രീഷനിന്റെ ആ ഒരു ഓട്ടവും എല്ലാം പ്രോപ്പറായിട്ട് നടക്കണം. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് വയറിൽ ഇത്തരത്തിലുള്ളൊരു അനക്കം അനുഭവപ്പെടുന്നത്. എവിടെയാണോ നമുക്ക് ഇംപ്ലാന്റേഷൻ ആയത് ആ ഒരു സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു വ്യത്യാസം കണ്ടുവരുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ലെഫ്റ്റ് സൈഡിലാണ് കൂടുതലായിട്ടും ഈ ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നത്. നമ്മളിപ്പോൾ വയറ് ഞെക്കി നോക്കി ഒന്ന് പയ്യെ ഒന്ന് നോക്കിക്കഴിഞ്ഞാലും ചിലർക്ക് അവിടെ ഒരു ഒരു കനം അല്ലെങ്കിൽ ഒരു കല്ലപ്പ് ഫീൽ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും കേട്ടോ. നമുക്ക് ഇംപ്ലാന്റേഷൻ വന്നത് റൈറ്റ് സൈഡിലാണെങ്കിൽ ആ ഭാഗത്തും ഇത് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഒരു ലോവർ അബ്ഡമൻ പോർഷന് പ്രഷർ കൊടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം കൂടുതലും വിസിബിൾ ആവുന്നത്. അതായത് പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിയുന്നതിന് മുൻപ് നമ്മളിപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റിൽ കുറേ നേരം ഇരുന്നിട്ട് എഴുന്നേക്കുക, അല്ലെങ്കിൽ കാലിൽ മുട്ട് കുത്തി നല്ലതുപോലെ പ്രഷർ കൊടുത്തിട്ട് എഴുന്നേക്കുക. ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു പ്രഗ്നൻസി ലക്ഷണം തിരിച്ചറിയാനായിട്ട് സാധിക്കും കേട്ടോ. അതല്ലാത്ത സമയങ്ങളിൽ, അതായത് നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ഒരു ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ പ്രഗ്നൻസി പോസിറ്റീവ് ആയതുകൊണ്ടാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് ഡൈജഷൻ നടക്കണമെങ്കിൽ കൂടുതലായിട്ടൊരു പ്രോസസ്സ് അവിടെ നടക്കേണ്ടിയിരിക്കുന്നു. ഫുഡ് ഡൈജഷൻ ആകുന്നതിനും എനർജി അബ്സോർപ്ഷൻ നടക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഒരു പ്രോസസ്സ് കൂടുതലായിട്ട് ലോവർ അബ്ഡമൻ പോർഷനിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലും ആ സമയങ്ങളിൽ മിടിപ്പ് അനുഭവപ്പെടുന്നത് കേട്ടോ. അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് കിടന്നിട്ട് എഴുന്നേക്കുന്ന സമയത്തും ഈ ഒരു ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രഗ്നൻസി ആയിട്ട് കാണാനായിട്ട് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കില്ല. അതല്ലാത്ത സമയത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ ലക്ഷണം എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുമെന്നതിനെ പറ്റിയിട്ട്. ഇനി നമുക്ക് അതിനെപ്പറ്റി നോക്കാം. ഈ ലക്ഷണം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സമയത്താണ്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ഫീലിങ്സ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ വ്യത്യാസം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ വയറ് വലുതാകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും എളുപ്പത്തിൽ ഈ ഒരു സെൻസേഷൻ നമുക്ക് ഏർലി പ്രഗ്നൻസിയിൽ തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡി ഒന്ന് കെയർ ചെയ്യുക കേട്ടോ. അതിനുശേഷം മറ്റു പല പ്രഗ്നൻസി ലക്ഷണങ്ങളും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി മറ്റുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പീരിയഡ്സ് മിസ്സാകുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം ഒരുപാട് പേർക്ക് പീരിയഡ്സ് മിസ്സായിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാറുള്ളത്. ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ ഫുൾ ആ ഒരു എൻറ്റയർ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ കൂടി തന്നെയും നിങ്ങൾ പീരിയഡ്സ് മിസ്സാകുന്നുണ്ടോ എന്ന് നോക്കുക. മിസ്സായതിനു ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. എപ്പോഴും ഫസ്റ്റത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഫസ്റ്റത്തെ യൂറിൻ എന്ന് പറയുന്നത് നമ്മൾ അത്രയും നേരം വരെ യൂറിനേറ്റ് ചെയ്യാതിരുന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു യൂറിനിൽ HCGയുടെ കണ്ടൻറ്റ് വളരെയധികം
വളരെയധികം ഉണ്ടാകും. അതുകൊണ്ടാണ് ഫസ്റ്റത്തെ യൂറിൻ വെച്ചിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നത് കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ HCG നമ്മുടെ ശരീരത്തിൽ കൂടിയിട്ടുണ്ടാകും. ആ കൂടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഏത് സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നുണ്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിനു ശേഷവും ചേച്ചി വയറിൻ്റെ അവിടെ ഒരു തുടിപ്പ് വരുന്നുണ്ട്, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ആണോ എനിക്ക് കേൾക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കുഞ്ഞ് ചവിട്ടുന്നതാണോ എനിക്ക് അറിയാൻ കഴിയുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഒരിക്കലും നമുക്ക് വീട്ടിൽ നിന്നോട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അതിൻ്റെ ഒരു എക്യുപ്മെന്റ് ഇല്ലാതെ. അതുപോലെ കുഞ്ഞിൻ്റെ മിടിപ്പാണെങ്കിലും ഒരിക്കലും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഒരു 5 months അല്ലെങ്കിൽ ഒരു 4 months ഒക്കെ തീർന്നതിന് ശേഷമായിരിക്കും പലർക്കും ആ ഒരു ഹാർട്ട് ബീറ്റ് ആ ഒരു ചവിട്ടല് കുഞ്ഞിന്റെ അനക്കം ഫീൽ ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-ന് ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.